ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ടോക്സ്. ഇംഗ്ലീഷ് ടോക്സിന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടോണക്ക് തന്നെ ഷുഡ് അല്ലെ, ഷുഡ് നമുക്കൊരു പ്രശ്നമാണ്. ഇവൻ ഇംഗ്ലീഷിൽ നമ്മളെ കുറച്ച് കുഴയ്ക്കുന്നുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഷുഡിന്റെ ചെറിയൊരു രൂപം, നമുക്ക് ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഷുഡിന്റെ ഒരു ഏരിയ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഷുഡ് എങ്ങനെയാണ്? ഷുഡ് നിർബന്ധമാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനോട് അങ്ങനെ നമ്മൾ ബഹുമാനം ഉള്ളിടത്തോട് നമുക്ക് ഷുഡ് വലിയ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ കുറച്ച് എന്താണ് വില്ലനാണ് ഷുഡ് എന്ന് പറയുന്ന ഒരാൾ. ഒക്കെ ഇച്ചിരി നമ്മൾ ദേഷ്യത്തോടൊക്കെ പറയുന്നൊരു ഇച്ചിരി ഗൗരവത്തോടെ പറയുന്നവനെയാണ് ഷുഡ്. ഓക്കെ, കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ കുറച്ച് മലയാള സെന്റൻസ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം എന്നുള്ളത്. നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നീ കൂടുതൽ വെള്ളം കുടിക്കണം. അവൾ സ്ഥിരമായി വ്യായാമം ചെയ്യണം. ഓക്കെ, അവൻ നേരത്തെ ഉറങ്ങണം. നീ നേരത്തെ ഉറങ്ങണം, അവൾ നേരത്തെ ഉറങ്ങണം എന്ന് നമ്മൾ ഇച്ചിരി ഗൗരവത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ യാത്ര, ഞങ്ങളുടെ യാത്ര മലയാളത്തിൽ വരുമ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. നമ്മുടെ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അവൻ കൂടുതൽ പ്രയത്നിക്കണം, ഹാർഡ് വർക്ക് എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ചെയ്യണം. അവൾ അവളുടെ മാതാപിതാക്കളെ വിളിക്കണം. നമ്മൾ പറയാം അങ്ങനെ ചെയ്യണം, കടുപ്പിച്ച് പറയുന്ന ഒരു സംഭവമാണ് ഷുഡ്. കുറച്ച് ഉദാഹരണം മലയാളം എടുത്തു വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നീ. അപ്പൊ എങ്ങനെയാ? യു, നിങ്ങളാണെങ്കിലും നീ ആണെങ്കിലും യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. യു ഷുഡ്, നീ നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കുടിക്കണം, വെള്ളം കുടിക്കണം. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. നിർബന്ധമായിട്ടും നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അവൾ സ്ഥിരമായി വ്യായാമം ചെയ്യണം. ചെയ്തേ പറ്റൂ, ചെയ്യണം. അതിനകത്ത് വേറെ ഒന്നുമില്ല. കുറച്ചുകൂടെ നമുക്ക് കടുപ്പിക്കാം, മസ്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. യു മസ്റ്റ് എന്ന് കുറച്ചുകൂടെ കടുപ്പിക്കുകയാണ്. ഇതിപ്പോ അത്രയും കടുപ്പമില്ല. അവൾ സ്ഥിരമായി, അപ്പൊ ഷീ ആണ്. ഷീ ഷുഡ് എക്സസൈസ് റെഗുലർലി. ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഷുഡിന്റെ ഒരുപാട് സെന്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യണം. അടുത്തത് എന്താ പറയുന്നത്? അവൻ നേരത്തെ ഉറങ്ങണം. അവൻ നേരത്തെ ഉറങ്ങണം. അങ്ങനെ ഹി ഷുഡ് സ്ലീപ് ഇയർലിയർ. ഓക്കെ, അതുപോലെയൊക്കെ തന്നെ നമ്മളുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് പോകുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ ഫ്രീ സെക്ഷൻ യൂട്യൂബിൽ പോകുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പുതിയ ബാച്ചുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് വരാൻ. ആത്മാർത്ഥമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു 3 മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയ ഫീസിൽ തന്നെ അത് പഠിക്കാൻ കഴിയും. ഓക്കെ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാം, കോഴ്സിനെ കുറിച്ച് അറിയാനൊന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും. അടുത്ത സെന്റൻസിലേക്ക് നമുക്ക് പോവാം. നമുക്ക് നമ്മുടെ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് പഠിച്ചതല്ലേ, നമ്മുടെ യാത്ര. അങ്ങനെ പറയും, വി ഷുഡ് പ്ലാൻ. നമുക്ക് എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. അവർ ട്രിപ്പ് ഇൻ അഡ്വാൻസ്. നേരത്തെ, അഡ്വാൻസ് ആയിട്ട് ഇല്ലേ എന്ന്. നമ്മുടെ പ്ലാൻ എന്താണ്? നമുക്ക് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം. അങ്ങനെ വി ഷുഡ് പ്ലാൻ. നമ്മൾ എന്താ പ്ലാൻ ചെയ്യണം? അവർ ട്രിപ്പ് ഇൻ അഡ്വാൻസ്. നേരത്തെ തന്നെ. ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ. അതിന്റെ താഴെ ഒരു സെന്റൻസ് കൂടെ വന്നത്, അവൻ കൂടുതൽ പ്രയത്നിക്കണം എന്ന്. എങ്ങനെയാ പറയുന്നത്? അത് തന്നെ, ഹി ഷുഡ് വർക്ക് ഹാർഡർ. ഹാർഡ് വർക്ക് ചെയ്യണം, അവൻ ഹാർഡർ. ഹി ഷുഡ് വർക്ക് ഹാർഡർ. അതിന്റെ താഴെ ഒരു മലയാള സെന്റൻസ് വന്നിട്ടുണ്ട്, അവൾ അവളുടെ മാതാപിതാക്കളെ വിളിക്കണം. അവൾ അവളുടെ മാതാപിതാക്കളെ വിളിക്കണം. ഇത് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് അത് കമന്റ് ചെയ്യാം. തെറ്റിക്കോട്ടെ, തെറ്റും ശരിയും ഒന്നും ഇവിടെ പ്രശസ്തിയില്ല. പ്രാക്ടീസിനാണ് പ്രശസ്തി. തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്, തെറ്റാണ്, ഉറപ്പാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ഏതൊരാൾക്കും തെറ്റ് സംഭവിക്കാം. എല്ലാം പോസിബിൾ ആവുന്ന കാര്യമാണ്. ഓക്കെ, പോസിബിൾ ആകണമെങ്കിൽ നമ്മൾ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരണം. ഓക്കെ, അപ്പൊ തെറ്റ് സംഭവിച്ചോട്ടെ, എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാമെന്ന വിശ്വാസത്തോടുകൂടി ബൈ.